ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാടോടി കലാരൂപങ്ങളിൽ ഒന്നായ മുടിയേറ്റ് എന്ന കലാരൂപത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. കേരളത്തിൻ്റെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ കഴിയുമെങ്കിലും തിരുവിതാംകൂർ, കൊച്ചി, അതുപോലെ മധ്യ കേരളം തുടങ്ങിയ സ്ഥലങ്ങളിലായിട്ടാണ് മുടിയേറ്റ് കൂടുതലായി കെട്ടിയാടപ്പെടുന്നത്. ഇന്ന് മിക്ക അനുഷ്ഠാനങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അല്ലാതെയും അവതരിപ്പിക്കുന്ന പ്രവണത നിലനിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ കലാരൂപങ്ങളും എല്ലായിടത്തും നമുക്ക് അവതരിപ്പിച്ച് കാണാൻ കഴിയുന്നു എന്നുള്ള സൗകര്യമുണ്ട്. കേരളത്തിൽ മുഴുവനെന്ന് പറഞ്ഞാലും പോരാ, ഇന്ത്യക്കുള്ളിലും അതുപോലെ ഇന്ത്യക്ക് പുറത്തും എല്ലാം തന്നെ ഇത്തരം കലാരൂപങ്ങളെല്ലാം ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാ അനുഷ്ഠാനങ്ങളിലും രണ്ട് ഘടകങ്ങളുണ്ട്, പ്രധാനമായ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് അനുഷ്ഠാനാംശവും അതുപോലെ കലാംശവും. അപ്പോൾ ഇങ്ങനെ ക്ഷേത്രത്തിന് പുറത്ത് അല്ലെങ്കിൽ ക്ഷേത്രത്തോടനുബന്ധിച്ചല്ലാതെ അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും ഈ അനുഷ്ഠാനാംശത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവർ അവതരിപ്പിച്ചു വരുന്നത്. ഹരിമംഗളം ഹരിമംഗളം ഹരിമംഗളം. മുടിയേറ്റിന്റെ അവസാന ഭാഗമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദാരികാസുരനെ നിഗ്രഹിച്ച് കൈലാസത്തിലെത്തുന്ന സന്ദർഭം. തെയ്യം വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മുടിയേറ്റ് എന്ന കലാരൂപത്തിന്റെ വീഡിയോ ഞാൻ ഇന്നിടാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. മുടിയേറ്റിന്റെ വീഡിയോ ഞാൻ ഇന്ന് എൻ്റെ ഫോണിൽ കണ്ടപ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഈ മുടിയേറ്റിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട ഒരനുഭവം പറഞ്ഞുകൊണ്ട് വേണം എനിക്ക് ഈ മുടിയേറ്റിൻ്റെ പ്രാധാന്യത്തിലേക്ക് കടക്കാൻ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിലെ മഹാകവി കുട്ടമത്ത് സ്മാരക ഹൈസ്കൂളിലാണ് ഞാൻ മലയാളം അധ്യാപികയായി ജോലി ചെയ്തത്. ഈ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഗവേഷണവും പാർട്ട് ടൈമായി ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കലാരൂപവും കാണുക, ആസ്വദിക്കുക എന്നതിലുപരി അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നതും എൻ്റെ ഇഷ്ടപ്പെട്ട വിനോദമായിരുന്നു. അതിലപ്പുറം മുടിയേറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അത് അന്വേഷിക്കാനും കാണാനുള്ള ത്വരയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ CR രാജഗോപാലൻ മാഷായിരുന്നു എൻ്റെ റിസർച്ചിൻ്റെ ഗൈഡ്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഫോക്ലോറിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. നാടോടി കലാരൂപങ്ങളെ മാത്രമല്ല, അത് നടത്തുന്ന കലാകാരന്മാരെയും വളരെയധികം സ്നേഹിക്കുകയും അവർക്കാവുന്ന തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ നൽകുകയൊക്കെ ചെയ്തിരുന്നു അദ്ദേഹം. തൃശ്ശൂർ സാഹിത്യ അക്കാദമിയുടെ അങ്കണത്തിൽ ദേശി എന്ന് പറയുന്ന ഒരു വലിയ പ്രോഗ്രാം അദ്ദേഹം വർഷങ്ങളോളം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്വേഷിക്കുന്ന ഒരു കലാരൂപം അല്ലെങ്കിൽ ഒരു വിഷയം കൂടി ആയിരുന്നു ഈ മുടിയേറ്റ്. ഉത്തര മലബാറിലാണെങ്കിൽ ധാരാളം തെയ്യക്കോലങ്ങളുണ്ട്. എന്നാൽ മുടിയേറ്റ് എന്ന കലാരൂപം അവിടെ കാണാൻ വലിയ മാർഗമൊന്നും അന്നുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഫോക്ലോർ അക്കാദമി, അതായത് നാടൻ കലകളുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന അക്കാദമിയാണല്ലോ ഫോക്ലോർ അക്കാദമി. ഈ ഫോക്ലോർ അക്കാദമി മറ്റ് കലാരൂപങ്ങളും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിനോടൊപ്പം സ്കൂളുകളിലും നാടൻ കലകൾ അവതരിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്ന ഒരു വാർത്ത കേട്ടു. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന മട്ടിലായിരുന്നു ആ വാർത്ത. സ്വയമേവ ഈ കലാരൂപത്തെ ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുക എന്നുള്ളത് അത്ര ലളിതമായ കാര്യമല്ല. സാമ്പത്തികമായി വലിയ ചെലവ് വരുന്ന അവതരണമാണ് മുടിയേറ്റിൻ്റേത്. മുടിയേറ്റ് അവതരണ രംഗത്തിൽ വളരെ പ്രശസ്തരായ വിഖ്യാതരായ കീഴില്ലം ഉണ്ണികൃഷ്ണൻ സംഘവുമാണ് ഇവിടെ എത്തിച്ചേരേണ്ടത്. 10ലധികം ആൾക്കാർ വേണം. അതോടൊപ്പം തന്നെ അതിനാവശ്യമായ അവതരണത്തിനാവശ്യമായ സാധന സാമഗ്രികളും, അതോടൊപ്പം തന്നെ വാദ്യോപകരണങ്ങളും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ബാധ്യത വരുമെന്നുള്ളതിന് ഒട്ടും തന്നെ സംശയമില്ല. ഫോക്ലോർ അക്കാദമി ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ വിഹിതം നമ്മൾ എടുത്താൽ മതിയല്ലോ. ഏതായാലും സ്കൂളിൽ ഈ പരിപാടി കൊണ്ടുവരാമെന്ന് തീരുമാനമായി. പയ്യന്നൂർ കോളേജിൽ പ്രൊഫസറായി ജോലി ചെയ്തിരുന്ന പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് സാറായിരുന്നു അന്നത്തെ അക്കാദമി ചെയർമാൻ. മടായി കോളേജിൽ ജോലി ചെയ്തിരുന്ന പ്രദീപ് കുമാറാണ് സെക്രട്ടറി. ഇവർ രണ്ടുപേരെയും പരിചയമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു അംഗീകാരം നേടിയെടുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. സ്കൂൾ മുടിയേറ്റ് എന്ന കലാരൂപം അവതരിപ്പിക്കാൻ ഉള്ള സഹായ സഹകരണങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ യാതൊരു മടിയും കൂടാതെ അത് അനുവദിച്ചു തരികയും എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്തു തരികയും ചെയ്തിരുന്നു അവർ. ഫോക്ലോർ അക്കാദമിയുടെ സുവർണ കാലഘട്ടമായിരുന്നു യഥാർത്ഥത്തിൽ അത്. ഫോക്ലോർ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് സ്കൂൾ തലത്തിലേക്കും അത് വ്യാപിച്ചത്.
അതുവരെ ഫോക്ലോർ അക്കാദമി എന്നുള്ളൊരു അക്കാദമി ഉണ്ട് എന്ന് പോലും ആർക്കും കുട്ടികൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സ്കൂൾ തലത്തിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്കൂൾ തന്നെ ഒരുപാട് കുട്ടികളുണ്ടല്ലോ, അവരുടെയൊക്കെ വീടുകളിലേക്ക് കൂടി ഈ വിവരം എത്തുന്നുണ്ട്. ഒരു അക്കാദമി എങ്ങനെ നടത്തണം, എങ്ങനെ കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ നല്ല ദിശാബോധം അവർക്ക് ഉണ്ടായിരുന്നു. ഏതായാലും അക്കാദമി അനുവദിച്ചു തന്ന ഫണ്ടിൻ്റെ ആനുകൂല്യത്തോടെയാണ് മഹാകവി കുട്ടമത്ത് സ്മാരക ഹൈസ്കൂൾ മുടിയേറ്റ് അരങ്ങേറിയത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട കലാരൂപമായിരുന്നു ശരിക്കും പറഞ്ഞാൽ മുടിയേറ്റ്. നല്ല അവതരണം, അവർക്ക് ആവശ്യമായ എല്ലാ ചേരുവയും ഇതിലുണ്ട്. കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധം, അതേപോലെ തന്നെ ഈ ഇതിൽ കഥാപാത്രമായ ഒരു കൂളി എന്നുള്ള കഥാപാത്രമുണ്ട്. ഈ കഥാപാത്രം വളരെ ഹാസ്യാത്മകമായ അവതരണമാണ്. അപ്പം അടിക്ക് വേണമെങ്കിൽ അടി, അതുപോലെ തന്നെ ഹാസ്യത്തിന് വേണമെങ്കിൽ ഹാസ്യം, എല്ലാം കൊണ്ടും കുട്ടികൾ വളരെയധികം ആസ്വദിച്ചു ഈ കലാരൂപത്തെ. എന്താണ് മുടിയേറ്റ് എന്ന കാര്യം ഞാനിവിടെ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അനുഭവം നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക. ദേവീ ഭാഗവതത്തിലും ദേവീ മഹാത്മ്യത്തിലും മറ്റു പുരാണങ്ങളിലുമായി ഒരുപാട് അസുര നിഗ്രഹ കഥകൾ പറഞ്ഞു വരുന്നുണ്ട്. ചണ്ടമുണ്ടാസുരന്മാർ, മഹിഷാസുരൻ, അതുപോലെ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്നിങ്ങനെ ഈ പട്ടിക അങ്ങനെ നീണ്ടുപോകുന്നു. ദേവന്മാരിൽ നിന്ന് വരബലം നേടിയ ദാരിക ദാനവേന്ദ്രന്മാരെ കൊണ്ട് 3 ലോകവും പൊറുതിമുട്ടി. ശിവന്റെ 3-ാം തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളി അവതരിച്ചു. ഭദ്രകാളിയും ദാരികനും തമ്മിൽ അതിഘോരമായ യുദ്ധം തന്നെ നടന്നു. ആരോട് ഏറ്റുമുട്ടിയാലും വിജയിച്ചു വരുന്ന ദാരികനെ ഭദ്രകാളിയെ വിജയിക്കാനായില്ല. ഒടുവിൽ പാതാളത്തിൽ പോയി ഒളിച്ചു. പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന തൻ്റെ മുടി കൊണ്ട് സൂര്യബിംബം മറച്ച് രാത്രിയാണെന്ന് തോന്നിപ്പിച്ച് ദാരികനെ പുറത്തു കൊണ്ടുവന്ന് ദാരികനെ കൊല്ലുന്നിടത്താണ് മുടിയേറ്റ് അവസാനിക്കുന്നത്. ദാരികൻ്റെ ശിരസ്സെടുത്ത് പിതാവായ ശിവസന്നിധിയിൽ, അതായത് കൈലാസത്തിൽ എത്തി സമർപ്പിക്കുന്നിടത്ത് കഥ അവസാനിക്കുന്നു. ഇതാണ് മുടിയേറ്റ് എന്ന കലാരൂപത്തിന് പശ്ചാത്തലമായി നിൽക്കുന്ന കഥ. ശിവൻ, നാരദൻ, ദാരികൻ, ദാനവേന്ദ്രൻ, അതുപോലെ ഭദ്രകാളി, കൂളി തുടങ്ങിയ കുറേ നീണ്ടു നിൽക്കുന്ന കഥാപാത്രങ്ങൾ തന്നെ വേണം ഇതിൻ്റെ അവതരണത്തിന്. അനുഷ്ഠാന സന്ദർഭങ്ങളിലാണെങ്കിൽ അസ്തമയം കഴിഞ്ഞ് തുടങ്ങുകയും ഉദയത്തിന് മുമ്പേ അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് മുടിയേറ്റിൻ്റെ സമയക്രമം. അതുപോലെ അനുഷ്ഠാനത്തിലാണെങ്കിൽ ഭദ്രകാളിയുടെ കളം വരയ്ക്കുക, ആ കളത്തിന് മുന്നിലിരുന്ന് ചില ഉഴിയലുകളൊക്കെ നടത്തുക, അത് കഴിഞ്ഞ് അവസാനം കളം വായിക്കുക തുടങ്ങി ഒട്ടേറെ ചടങ്ങുകളുണ്ട് മുടിയേറ്റിൻ്റെ അവതരണത്തിന് മുമ്പായി. എന്നാൽ അനുഷ്ഠാനാംശത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവതരിപ്പിച്ചപ്പോൾ കാര്യമായി ഇത്തരം ചടങ്ങുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു അന്ന് നടത്തിയത്. എന്നാൽ കഥാപാത്രങ്ങളുടെയും അവരുടെ ആട്ടത്തിനെയും ഒന്നും തന്നെ ഒട്ടും ലോപം വരുത്താതെ തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു. കാളിയും ദാരികനുമായുള്ള യുദ്ധം പൊരിഞ്ഞ യുദ്ധമാണ്. വളരെ സമയം നീണ്ടു നിന്നു ആ യുദ്ധം. ഭദ്രകാളിക്ക് ഒട്ടും പിടികൊടുക്കാതെ എങ്ങനെ മരണത്തിന് കീഴടങ്ങാതെ രക്ഷപ്പെടാൻ നോക്കുന്ന ദാരികനെ വളരെ ഭംഗിയായി തന്നെയാണ് അന്ന് അവതരിപ്പിച്ചത്. അതേപോലെ തന്നെ ഉഗ്രസ്വരൂപിണിയായ ഭദ്രകാളിയും. ഇതിലേറ്റവും രസകരമാണ് കൂളിയുടെ അവതരണം. കുട്ടികളെ സമയത്തോളം അവരേറ്റവും ആസ്വദിച്ചതും ഈ ഭാഗം തന്നെയാണെന്ന് പറയാം. അതോടൊപ്പം തന്നെ ചെറിയൊരു ഭയവും ഇല്ലാതില്ല. കാരണം 8 മുതൽക്ക് 10 വരെയുള്ള 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണല്ലോ. അവർക്ക് സ്വതവേ കുറച്ച് നാണക്കേട് കൂടി വരുന്ന സമയമല്ലേ. കൂളി എന്ത് ചെയ്യുന്ന വെച്ചാൽ കുട്ടികളെ എടുത്ത് മടിയിലിരുത്തി മുലപ്പാൽ കൊടുക്കുന്നതായിട്ടൊക്കെ അഭിനയിക്കും. കുട്ടികളെ സമയത്തോളം അത് വലിയ നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ കൂളിയുടെ അടുത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് വെച്ച് കുട്ടികൾ ഓടുന്നതും ഈ ഒരു രംഗത്തിൻ്റെ അതിവിശേഷമായ കാഴ്ചയായിരുന്നു. കഥകളിയോട് ഏറെ സാമ്യമുള്ള മുഖത്തെഴുത്തും അതുപോലെ ഉടുത്തുകെട്ടൊക്കെയാണ് മുടിയേറ്റിന് ശരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും എന്തൊക്കെ അനുഷ്ഠാനമായി കഴിഞ്ഞാലും, അത് തെയ്യമായാലും മുടിയേറ്റായാലും മറ്റേത് അനുഷ്ഠാനമായി കഴിഞ്ഞാലും നന്മയുടെ വിജയം ആഘോഷിക്കൽ തന്നെയാണ് അവതരണത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയാം. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ ഒടുവിൽ നന്മ വിജയിക്കുന്ന കാഴ്ച തന്നെയാണ് ഓരോ അനുഷ്ഠാനവും കാലാകാലങ്ങളായി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം അനുഷ്ഠാനങ്ങളുടെ അവതരണം ഓരോ സമൂഹത്തെയും നവീകരിക്കുകയും അതുപോലെ തന്നെ നന്മയുടെ മാർഗത്തിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അസുരൻ്റെ കയ്യിൽ ആയുധവും അധികാരവും കിട്ടുമ്പോൾ അത് സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതവനെ അഹംഭാവിയാക്കും, അത് ലോകത്തിന് തന്നെ നാശം ഉണ്ടാക്കും. അസുരനെ നിഗ്രഹിക്കേണ്ടതുണ്ട്, തിന്മയെ ഇല്ലാതാക്കേണ്ടതുണ്ട് എന്നുള്ള സന്ദേശമാണ് ഇത്തരം അനുഷ്ഠാനങ്ങളെല്ലാം സമൂഹത്തിന് പ്രദാനം ചെയ്യുന്നത്. ഏതായാലും ഇത്രയും കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കാനും
അവർക്കൊക്കെ ഈ കലാരൂപം കാണിച്ചു കൊടുക്കാനൊക്കെ കഴിഞ്ഞാൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് എനിക്ക്. എല്ലാറ്റിനുമുപരി 2010 യുനെസ്കോയുടെ അനുഷ്ഠാന പട്ടികയിൽ പ്രത്യേക ഇടം നേടിയ കലാരൂപം കൂടിയാണ് മുടിയേറ്റ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവർ നമ്മുടെ അനുഷ്ഠാനം കാണുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യും. അപ്പോഴും നമ്മൾ പലപ്പോഴും നമ്മുടെ അനുഷ്ഠാനങ്ങൾ കാണാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാനോ കൂട്ടാക്കാറില്ല. മനോഹരമായ ഒരു കലാരൂപത്തെ കാണാനും ആസ്വദിക്കാനും കഴിഞ്ഞതിൻ്റെ സന്തോഷമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള കുറേയേറെ വിവരങ്ങളുമായി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങൾ കണ്ടവരാണെങ്കിൽ അതുമായി അഭിപ്രായങ്ങൾ ചേർത്ത് പറയുക. അവിടെയാണ് ഈ വീഡിയോവിൻ്റെ പൂർണ്ണത. ഒരിക്കൽ കൂടി നന്ദി.